അമേരിക്കയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓർക്കാതെ പോകാൻ കഴിയില്ല ഇറാഖിനെയും സദ്ദാം ഹുസൈനെയും. ഇറാഖ് ഒരു സെക്കുലർ രാഷ്ട്രമായിരുന്നു. ഒരു തരത്തിലുള്ള ഭീകരതയും സദ്ദാമിൻ്റെ കീഴിൽ ഇറാഖിലുണ്ടായിരുന്നില്ല. എന്താണ് പ്രശ്നം? സദ്ദാം ഇറാഖ് അന്ന് അമേരിക്കയുടെ കൂടെ നിന്നില്ല. അമേരിക്കയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് പൂർണ്ണ വിധേയമായി നിൽക്കുക എന്നാണ് അർത്ഥം. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് രാജ്യത്തിൻ്റെ താല്പര്യം ബലികൊടുക്കുക എന്നാണ് അർത്ഥം. അതിന് സദ്ദാം ഹുസൈൻ എന്ന അവിടുത്തെ ഭരണാധികാരി തയ്യാറായില്ല. എന്തെല്ലാമാണ് പ്രചരിപ്പിച്ചത്, ഏതെല്ലാം തരത്തിലുള്ള നുണകളാണ് ലോകമാകെ പ്രചരിപ്പിച്ചത്. ആ നുണ കേട്ട് വല്ലാതെ വിറങ്ങലിച്ചവരല്ലേ ലോകത്താകെയുള്ളവർ. കാരണം അമേരിക്കയുടെ കയ്യിൽ സാമ്രാജ്യത്വ മാധ്യമങ്ങളുണ്ട്. ആ സാമ്രാജ്യത്വ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ലോകത്താകെയുള്ള മാധ്യമങ്ങളിൽ നല്ലതുപോലെ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ലോകമാകെ സൃഷ്ടിച്ച പ്രതീതി ഇറാഖിൻ്റെ കയ്യിൽ വൻപിച്ച മാരകശേഷിയുള്ള രാസായുധങ്ങളുണ്ട്. ആ രാസായുധം പ്രയോഗിച്ചാൽ ജനങ്ങളാകെ വല്ലാത്ത ദുരിതത്തിലാകും. ഇതല്ലേ അമേരിക്ക പ്രചരിപ്പിച്ചത്? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർ ഭീതിയിലായില്ലേ? ഇപ്പം നമ്മൾ ഈ മലപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ മലപ്പുറത്ത് എപ്പോഴാണ് ഈ രാസായുധം വന്ന് വീഴുക, എന്താകും നമ്മളെല്ലാം സ്ഥിതി എന്ന് ഇവിടുത്തുകാർ ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായില്ലേ? അങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത്. ഇതൊരു മഹാശത്രു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ. ആ ഇറാഖിനെതിരെ യുദ്ധം നടത്തിയപ്പോൾ എല്ലാവരെയും കൂടെ ചേർക്കാൻ അമേരിക്ക കഴിഞ്ഞു. നേറ്റോ ഉണ്ടായി, അമേരിക്കയുടെ വലിയ സഖ്യശക്തികളെല്ലാം ഒന്നിച്ചുണ്ടായി. അവരെല്ലാം കൂടിയാണ് ഇറാഖിന് നേരെ ആക്രമണം നടത്തിയത്. എന്തു നേടി? അതിൻ്റെ ഭാഗമായി എന്തു നേടി? സദ്ദാം ഹുസൈനെ വധിച്ചതിലൂടെ, ഇറാഖിൻ്റെ അന്നത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തിയതിലൂടെ എന്താണ് അമേരിക്കക്ക് നേടാൻ കഴിഞ്ഞത്? അവിടുത്തെ സെക്കുലർ രീതി വലിയ തോതിൽ തകർക്കുന്ന നില വന്നു. അതിനും നല്ലതുപോലെ ഭീകരവാദികളെ ഉപയോഗിച്ചു. ഇതല്ലേ വസ്തുത? എന്തെല്ലാം കെട്ടുകഥകളാണ് പ്രചരിപ്പിച്ചത്. അവസാനം ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ ഒരു രാസായുധവും ഇറാഖിൻ്റെ കയ്യിലില്ല. അത് അമേരിക്കയുടെ ആക്രമണം നടക്കുന്നതിന് മുൻപ് പറഞ്ഞതാണ്. പക്ഷേ അമേരിക്ക അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അവർക്ക് വേണ്ടത് അവർ ചെയ്തു. അത് സദ്ദാമിനെ ഇല്ലായ്മ ചെയ്യുക, ഇറാഖിനെ അന്നത്തെ രീതിയിൽ അസ്ഥിരപ്പെടുത്തുക. എന്തിനാണ്? തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ. ഇതല്ലേ സിറിയയിലെ അസദിന് നേരെ നടന്നത്? അവിടെ നല്ല രീതിയിലുള്ള ജനാധിപത്യ സംവിധാനം നടന്നു പോവുകയായിരുന്നില്ലേ? ഉപയോഗിച്ചത് ലോകമാകെയുള്ള മതഭീകരവാദികളല്ലേ? അതിനുവേണ്ടി ഭീകരവാദികളെ വളർത്തുന്ന സമീപനമല്ലേ അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിച്ചത്? ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ വെനിസ്വലയിൽ അവിടുത്തെ പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാത്രി കിടപ്പുമുറിയിൽ ഉറങ്ങുന്നു.
അവിടെ ഒരു സംഘം ക്രിമിനലുകൾ ചെന്ന് കയറുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി താമസിക്കുന്ന വീട് ചവിട്ടി തുറന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. എന്തെല്ലാം തെമ്മാടിത്തമാണ്! എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, തങ്ങൾക്ക് ശേഷിയുണ്ട്. ഒരു തരം വന്യമൃഗനീതിയല്ലേ നടക്കുന്നത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയല്ലേ സ്വീകരിക്കുന്നത്? ഇതല്ലേ ലോകത്ത് അമേരിക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?